നമസ്തേ. ജെ.എസ്. നവോദയ എൻട്രൻസ് കോച്ചിങ് സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. നമ്മുടെ നവോദയ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ 3rd, 4th, 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ പല വർഷങ്ങളായിട്ട് ട്രെയിനിങ് നടത്തിയതിനു ശേഷം ജവഹർ നവോദയ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് സ്കൂളുകളായ കേന്ദ്രീയ വിദ്യാലയ ജവഹർ നവോദയ സൈനിക സ്കൂളാണ് കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് സ്കൂള്. അതിനകത്ത് ടോപ്പ് സ്കൂള് ജവഹർ നവോദയ വിദ്യാലയമാണ്. അതിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള നമ്മുടെ മഹേശ്വർ രതീഷ് മഹേശ്വർ രതീഷിന്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങളും അവന്റെ അംബീഷനും എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് നമ്മുടെ പുതിയ കൂട്ടുകാരൻ, പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ കൊച്ചുമക്കളെയും രക്ഷകർത്താക്കളെയും ഒക്കെ നമ്മുടെ മഹേശ്വരന്റെ വിശേഷങ്ങളും മഹേശ്വരന്റെ അമ്മയും നമുക്ക് ഇതിനോടൊപ്പം ചേർന്ന് വന്നിട്ടുണ്ട്. രണ്ടുപേരെയും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മോനെ. നമസ്തേ മാം. നമസ്തേ. എന്തുണ്ട് വിശേഷം? സുഖാണോ? സുഖാണോ ചക്കരെ? സുഖാണ് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയട്ടെ. ഏറ്റവും ബെസ്റ്റ് വിശേഷം എന്തായിരുന്നു? നവോദയ അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ്. നവോദയ അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ്. നവോദയ അഡ്മിഷൻ കിട്ടിയപ്പോ മോനെ ഫസ്റ്റ് ടൈം ആരാണ് നവോദയയുടെ റിസൾട്ട് നോക്കിയത്? അവിടെ നിന്നിട്ട് നമുക്ക് തുടങ്ങാം അല്ലെ? റിസൾട്ട് നോക്കിയത് അതിന്റെ വിശേഷം ഒന്ന് പറയാമോ? മിസ് ഒരു ദിവസം ഇങ്ങനെ എന്താ പറയാ ചുമ്മാക്കി ഇരുന്ന് ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞാൻ ചുമ്മാക്കി ഇരിക്കുമ്പോ അമ്മ വാട്സപ്പിൽ നോക്കിയപ്പോ മിസ് ഇങ്ങനെ റിസൾട്ട് വന്നത് അയച്ചു. അപ്പൊ തന്നെ അപ്പൊ ഞങ്ങൾ അവിടെ പോയേക്കുമായിരുന്നു. അപ്പൊ ഞങ്ങള് ഈ റോൾ നമ്പർ അറിയത്തില്ല, മറന്നുപോയി. വീട്ടിൽ വന്നിട്ട് വേഗം ഞങ്ങൾക്കൊക്കെ മാറി നോക്കി. അപ്പൊ നെറ്റ് കിട്ടുന്നില്ല, കുറെ നോക്കുന്നുണ്ട്. പിന്നെ കോച്ചായിട്ട് മിസ് അയച്ച ലിങ്കിൽ നോക്കിയപ്പോ കിട്ടി. എന്നിട്ട് റോൾ നമ്പർ നോക്കിയിട്ട് അടിച്ചു നോക്കിയപ്പോ റിസൾട്ട് വന്ന്. അപ്പൊ എനിക്ക് കിട്ടി, അഡ്മിഷൻ കിട്ടി. അമ്മേനെയൊക്കെ കെട്ടിപ്പിടിച്ചു. അമ്മേനെയൊക്കെ കെട്ടിപ്പിടിച്ചത് മാഡം ആ നിമിഷത്തെ കുറിച്ച് മാഡത്തിന് ഷെയർ ചെയ്യാൻ എന്താ ഉള്ളത്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം വലിയൊരു നേട്ടമാണ് നേടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുവേണ്ടി ഈ നേട്ടം നേടിയ എല്ലാ മക്കൾക്ക് വേണ്ടിയും കൂടെ എന്ന മിസ്സിന് വലിയൊരു താങ്ക്സ്. ഇതിന്റെയും കൂടെ ഒരു എഫേർട്ടാണ് ഇതിന് പിന്നിലുള്ളത്. അപ്പൊ അതും കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പിള്ളേരെ കൂടെ അവരുടെ കൂട്ടുകാരെ പോലെ നിന്ന് ഈ ക്ലാസ് ഒട്ടും ബോറടിക്കാതെ രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന കാര്യമാണെങ്കിലും മിസ്സിനോടുള്ള ആ ഒരു സ്നേഹവും ബഹുമാനത്തിന്റെ ഇതും കൊണ്ടാണ് പിള്ളേരാണെങ്കിലും മടിയില്ലാതെ ഇരുന്നത്. അപ്പൊ മിസ്സിന് വലിയൊരു താങ്ക്സ് പറയാണ്. ഓക്കെ, താങ്ക് യു. നല്ല വാക്കുകൾക്ക് സന്തോഷമുണ്ട്. അവരൊക്കെ രാവിലെ എല്ലാ പേരൻസും ഇങ്ങനെ പറയും 5 മണിക്ക് ക്ലാസ് ഇട്ടാലും 5:30 ക്ലാസ് ഇട്ടാലും ടീച്ചറെ എണീക്കൂല എന്ന് പറയും. നിങ്ങൾ ഒരു പ്രാവശ്യം കയറ്റി നോക്കൂ. അതിനുശേഷം ക്ലാസ്സിനോടുള്ള താല്പര്യം ഉള്ളതുകൊണ്ടാണ് പിള്ളേർ എഴുന്നേക്കുന്നത്. അല്ലെങ്കിൽ അവർ താല്പര്യമൊന്നും കണ്ടിട്ടില്ല. ഈ വർഷത്തെ ബാച്ച് നമുക്ക് 5 മണിയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 4:50 സ്റ്റാർട്ട്. അപ്പൊ ഈ 10 വയസ്സ് 9 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ 4:45 എണീക്കാൻ സർപ്രൈസിങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷമുണ്ട്. അപ്പൊ തന്നെ നമ്മള് വേറെ ട്രെയിനിങ് കൂടെയാണ് ശരിക്കും ഇവരെ മോൾഡ് ചെയ്യാൻ. നല്ല പ്രായമാട്ടോ ഇവരുടെ ഈ 9 വയസ്സ് 10 വയസ്സ് എന്നൊക്കെ പറയുന്ന നല്ല പ്രായം. ഇവരുടെ സ്വഭാവ രൂപീകരണത്തിന് പറ്റിയ സമയമാണ്. അതിന് വേണ്ടിയിട്ട് പേരൻസിനോടൊപ്പം തന്നെ പേരൻസിന്റെ ഒരു വലിയ പങ്കുണ്ട് കേട്ടോ. അല്ലാതെ എന്റെ കോൺട്രിബ്യൂഷനോടൊപ്പം തന്നെ പേരൻസ് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോർഷൻസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് രാവിലെ ഇവരെ എണീക്കാൻ പഠിപ്പിക്കുക, അതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം കൊടുക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇനി ഓരോരോ ദിവസം ഓരോ വർഷത്തെ സെഷനാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബ്രെയിൻ ആക്ടിവേഷൻ സെഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് 4:50 സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണി വരെ നമ്മൾ ആ ഒരു സെഷൻ കൊടുത്തിട്ട്, അതായത് ഞാൻ വിജയത്തിലേക്കാണ് ഇവരോട് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മഹേശ്വർ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോ എനിക്ക് നവോദയ അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പേരൻസ് പുറകിലിരുന്ന് ഞാൻ പറയാറുണ്ട്, പിന്നെ നമുക്ക് കിട്ടൂടാ, നീ ഇങ്ങനെ പഠിച്ചാൽ മതിയോടാ എന്നൊക്കെ ചോദിച്ചോണ്ട് ആര് അല്ലെ അങ്ങനെ നെഗറ്റീവുകളൊന്നും പറയാം.
ഇന്ന് ചെയ്യാനുള്ള കാര്യം ബാക്കി എന്നായിരുന്നു ചക്ര? ഇന്ന് ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യണം. നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് അല്ല, ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇപ്പൊ ചെയ്യണം. നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് ചെയ്യണം. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർക്ക് അതിനൊരു പവർ കൊടുക്കുകയാണ്. അതായത് ഇവരുടെ വർക്ക് ചെയ്യാനായിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇപ്പൊ ചെയ്യണം, നമുക്കിന് വേറെ സമയമില്ല. അതുപോലെ തന്നെ നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് ചെയ്യണമെന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഇൻസൈറ്റിൽ തന്നെ അവർക്ക് ചെയ്യണമെന്നൊരു ടെൻഡൻസി ഉണ്ടാവും. ഒപ്പം തന്നെ ഞാൻ മിടുമിടുക്കനാണ് എന്ന് മഹേശ്വർ പറയുമ്പോൾ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു പവർ കുറവാണ്. അതുകൊണ്ട് ഞാൻ മിടുമിടുക്കനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ചെന്ന് പറയുന്നുണ്ട് നെഗറ്റീവ് പറയില്ല എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലായ്പ്പോഴും ചേർന്ന് നിന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. മഹേശ്വർ നമ്മൾ ഓരോ ഗെയിം വരുമ്പോഴും ആ ഗെയിമിനകത്ത് നമുക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എന്നോട് എപ്പോഴും പറയും മഹേശ്വറിന്റെ റിസൾട്ട് മാർക്ക് കാണും. മഹേശ്വറിന്റെ ഒക്കെ പേപ്പറുകൾ ആദ്യം ഞാൻ എടുത്ത് ചെക്ക് ചെയ്യും. കാരണം അതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചെയ്തതിനകത്തൊന്ന് നമുക്ക് ആൻസർ അതായിട്ട് നോക്കിക്കൊണ്ട് എനിക്ക് ബാക്കി ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വരെ ആ ടീച്ചർ എന്നോട് പറയാറുണ്ട്. ടീച്ചർ ഓൺലൈനിലായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസേഴ്സ് ഒക്കെ ടീച്ചറിന് വേറെ നമ്പർ പറഞ്ഞത് നിങ്ങൾ അയച്ചു കൊടുത്തോളൂ. ആ ടീച്ചർ ഓൺലൈനിൽ നിന്നിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എക്സാം എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. ആ സാറ് ആണെങ്കിലും ഇവർ കറക്ഷൻസ് വരുമ്പോഴത്തേക്കിന് കുട്ടികൾ എത്ര മിടുക്കരാണ്. അവർക്ക് തന്നെ അറിയാം എവിടെയാണ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ വളരെ സർപ്രൈസ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരുടെയും ഒപ്പം തന്നെ നമ്മുടെ ഡയറക്ടറുടെ ഒക്കെ നമ്മൾക്ക് മാർഗനിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് പോയത്. ഒപ്പം ചക്ര, നിനക്ക് ഈ ക്ലാസ്സിൽ വന്ന് കയറിയത് കൊണ്ടുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? മിസ്സേ, എനിക്ക് പണ്ട് എനിക്ക് മാത്സ് ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ കോച്ചിങ്ങിന്റെ കേൾപ്പോ മാത്സിന് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. കുറെ 10ാം ക്ലാസ് പഠിക്കുന്ന മാത്സിനത് ഇപ്പൊ പഠിക്കാൻ പറ്റി. അങ്ങനെ കുറെ ഇമ്പോർട്ടൻസ് കിട്ടി. പിന്നെ മെന്റൽ അബിലിറ്റി, ഇംഗ്ലീഷ്, ഗ്രാമർ, അങ്ങനത്തെ ഒക്കെ കുറെ പഠിക്കാൻ പറ്റി. അതായത് കുറച്ചുകൂടെ സ്കൂളിലെ ടോപ്പർ ആകാൻ പറ്റിയോ? ആ മിസ്, സ്കൂളില് എപ്പോഴും ടോപ്പറാ. പിന്നെ മിസ് അത് ശരി. അതായത് മക്കളോട് പറയുന്നത്, മക്കളെ നിങ്ങൾ പഠിക്കണ്ടായ മക്കളെ, പഠിക്കാതെ ഇരുന്ന് സ്കൂളിൽ പോയി എക്സാം എഴുത, മാത്സിനൊന്നും പഠിക്കാതെ നിങ്ങൾ എഴുതിക്കൊണ്ട്. അതായത് വേറൊന്നും അല്ല, പേരൻസിന് കേൾക്കുമ്പോൾ ഒരു സങ്കടം വരും. പക്ഷെ ഇവർക്ക് എന്തറിയാം? ഇവർക്കൊരു മത്സര പരീക്ഷയിൽ പങ്കെടുക്കുമ്പോൾ ഇവർക്ക് എല്ലാം നമ്മൾ ബൈഹേർട്ട് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡിൽ നിന്ന് ഇവരുടെ ഇന്റലിജൻസ് അനുസരിച്ച് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കൾ ആരും പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചേച്ച് പോകണ്ട. മാത്സ് എസ്പെഷ്യലി പഠിക്കാതെ പോയിരുന്ന പരീക്ഷ എഴുതി ഫുൾ മാർക്ക് മേടിച്ചിട്ട് വരാൻ. അങ്ങനെ തന്നെയായിരുന്നു അല്ലേ മഹേശ്വര? നിങ്ങള് നാളെ എനിക്ക് മാത്സ് പരീക്ഷ അഭിപ്രായം ഞാനൊന്നും പഠിക്കുന്നില്ല എന്നൊക്കെ എന്നോട് വളരെ ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, മക്കൾ ആരും പഠിക്കണ്ട, പോയി റെഡി ആയിട്ട് എഴുതിക്കോളുന്നവൻ. പിന്നെ ക്ലാസ്സിലെ ഫസ്റ്റ് ആക്കാം, ഇതാണ് ഞാൻ ഓഫർ ചെയ്തിരുന്നത്. ശരിയല്ലേ? ക്ലാസ്സിലെ ഫസ്റ്റ് ആണ് അല്ലേ? ആയിട്ടുണ്ട്. ക്ലാസ്സിലെ ഫസ്റ്റ് ആക്കാം, മിടുമിടുക്കനാണ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒന്നും കാണാതെ പഠിക്കാനായിട്ട് മക്കൾക്ക് എന്തെങ്കിലും കാണാതെ പഠിക്കാൻ ടീച്ചർ തന്നിട്ടുണ്ടോ? ബൈഹാർട്ട് ചെയ്യാനുണ്ടോ? ഒന്നും തന്നിട്ട്. ഹോംവർക്ക് ഇല്ല, നമ്മുടെ ഗെയിം ഒന്നുമില്ല, ഗെയിം മാത്രം. പിന്നെ ആ പരീക്ഷ പഠിച്ച് മറക്കാൻ പറ്റും. ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. പഠിച്ചിട്ട് മറന്നേക്കണ ചക്കരെ നിങ്ങൾ എന്നിട്ട് പോയി ഫ്രീ ആയിട്ട് പോയി പരീക്ഷ എഴുതിക്കോ. ഇങ്ങനെയാണ് നമ്മൾ മൈൻഡ് ഫുള്ളാക്കി ടീച്ചർ നിർത്തി, മൈൻഡ് ഫ്രീ ആക്കി നിർത്തി അല്ലേ? അതായത് മക്കള് മനസ്സോടുകൂടിയാണ് എക്സാം എഴുതുന്നത്. എനിക്ക് എഴുതാൻ പറ്റും എന്നൊരു മൈൻഡ്, ആ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു ശരിക്കും വലിയൊരു എക്സാം ആണ് ഇവർ എഴുതിയത്. ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏകദേശം 1000ഓളം കുട്ടികളാണ് എക്സാം എഴുതുന്നത്. അതിനകത്ത് 80 കുട്ടികൾക്കകത്ത് ഭയങ്കര ഗ്രേറ്റ് ആണ് കേട്ടോ. കോട്ടയം നവോദയ എന്ന് പറയുന്നത് നല്ല മത്സരമുള്ള ജില്ല തന്നെയാണ്, നല്ല മത്സരമാണ്. അതിനകത്ത് 80 കുട്ടികളില് 11 കുട്ടികൾ നമ്മുടെ കുട്ടികൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ എല്ലാവരും സന്തോഷത്തോടുകൂടി ആണ് എക്സാം എഴുതിയത്. ഇനിയും നമ്മുടെ കുട്ടികൾ അഡ്മിഷൻ കിട്ടാനുണ്ട്, ഉറപ്പായിട്ട് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടും എന്നത് വളരെ സന്തോഷം തന്നെ. പിന്നെ
മറ്റൊരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് മഹേശ്വര ഏത് സ്കൂളിലാ പഠിച്ചത്? ഞാൻ സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ കുടമാളൂർ. കുടമാളൂര്. അവിടുത്തെ പ്രിൻസിപ്പലിന്റെ പേരെന്താ? അദ്ദേഹത്തിനൊക്കെ താങ്ക്സ് പറയണ്ടേ മോൻ? സജി കുര്യാക്കോസ്. ഫേവറേറ്റ് ടീച്ചേഴ്സ്? സജി കുര്യാക്കോസ്. പ്രിൻസിപ്പല് അനീറ്റ് മിസ്. ഫേവറേറ്റ് ടീച്ചേഴ്സ് അവർക്കൊക്കെ ഒരു നന്ദി പറഞ്ഞ ഗ്രൂപ്പിന് ഇതിനകത്തൂടെ. ഫേവറേറ്റ് ടീച്ചേഴ്സ് അനീറ്റ് മിസ്, ഷൈനി മിസ്, ആര്യ മിസ്, കുറെ മിസ്സാണ് ഇഷ്ടമാണ്. അവർക്കെല്ലാവർക്കും താങ്ക് യു പറയുന്നു. അവർക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോക്കകത്തൂടെ താങ്ക് യു പറയുന്നു. മോന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ആരൊക്കെയാണ്? അവരുടെയൊക്കെ സപ്പോർട്ട്, അവരുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും അതിനകത്ത്. അങ്ങനെ ആകുമ്പോ പറയും. എനിക്ക് ഓക്കെ, നമ്മുടെ വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് നമ്മുടെ മഹേശ്വർ വന്നിട്ടുണ്ട്. ആ മഹേശ്വർ മിടുമിടുക്കനായിട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജവഹർ നവോദയ വിദ്യാലയത്തിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹേശ്വറിനെ നമ്മൾ ഈ സന്തോഷത്തോടുകൂടി ഇപ്പോൾ നമ്മൾ യാത്രയാക്കാണ്. അവൻ മിടുമിടുക്കനായിട്ട് തന്നെ കോട്ടയം ജവഹർ നവോദയയില് 6th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയാണ് സ്കൂളിങ്. അതിലേക്ക് മിടുക്കനായിട്ട് വരട്ടെ. അവന്റെ ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും നമുക്ക് പങ്കുവെക്കാം. മഹേശ്വരനോടൊപ്പം ഉള്ളത് മഹേശ്വരന്റെ അമ്മയാണ്. ആരൊക്കെ വീട്ടിലുണ്ടെന്ന് കൂടെ പറഞ്ഞിട്ട് മക്കളുടെ മോന്റെ ആഗ്രഹം എന്താണെന്ന് പറയും. മ്യൂട്ടാണേ. മിസ്സിന്റെ അംബിഷൻ ഇന്ത്യൻ എയർഫോഴ്സിൽ കയറാനാണ്. പിന്നെ എന്റെ വീട്ടില് അമ്മ ഉത്തര MP, അമ്മ ഹൗസ് വൈഫ് ആണ്. പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ രതീഷ് BA അക്കൗണ്ടന്റാ, സുസുക്കിന്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ അനിയൻ ഹരീഷ് അങ്ങനാടി പോവാ, 4.5 വയസ്സ്. 4 വയസ്സുള്ള അനിയൻകുട്ടനുണ്ട്. എല്ലാവരോടും വളരെ സന്തോഷത്തോടുകൂടി മോന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. 6th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുമ്പോൾ മോൻ വ്യത്യസ്തനായ ഒരു മനുഷ്യനായിട്ട് മാറി നല്ല ഒരു ക്യാരക്ടറിന്റെ ഉടമയായിട്ട് തന്നെ ഇറങ്ങി വരും. അതിന് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ പടവിലേക്ക് മോൻ ചവിട്ടുകയാണ്. എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ, അതായത് സ്റ്റുഡൻസ് ഇന്റർവ്യൂ സെഷൻ നിർത്തുന്നു. നന്ദി, നമസ്തേ. നമസ്തേ ചക്രേ. നമസ്തേ. താങ്ക് യു.